هلا مرحبا. مرحبا الساح. كيف حالك؟ كله تمام الحمد لله. This is Dr. കാജൽ. നമ്മുടെ അറബിക് പാർട്ണറിൻ്റെ മെഡിക്കൽ അറബിക് കോഴ്സ് ഡിസൈൻ ചെയ്തത് ഡോക്ടറാണ്. ഡോക്ടറോട് നമുക്ക് എന്തൊക്കെയാണ് അതിൽ കോണ്ടൻസ് വരുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ഖലാനബ്ദ എന്ത് ജാഹിസ? ഇൻഷാല്ലാ. അപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ മെയിൻ ഹെഡ്ലൈൻസ് ആയിട്ട് വരുന്നത് കോഴ്സിൽ? ഓക്കെ, നമ്മൾ ഡോക്ടേഴ്സിനും നഴ്സിനും വേണ്ടിയിട്ടുള്ള കോഴ്സിൽ വി ഹാവ് ബേസിക് ഹിസ്റ്ററി ടേക്കിംഗ്. അത് എല്ലാ സിസ്റ്റം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഇൻക്ലൂഡഡ് GI സിസ്റ്റം, പിന്നെ അതുപോലെ നമ്മൾ ന്യൂറോ, പിന്നെ കാർഡിയോ, ഗൈനി, OBG, പീഡിയാട്രിക്സ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സിസ്റ്റംസോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ. നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും. ഉണ്ട്. നമുക്ക് വി ഹാവ് ബേസിക് മെഡിക്കൽ ടെർമിനോളജീസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹിസ്റ്ററി ടേക്കിങ്ങിലേക്കൊക്കെ പോകുന്നത്. അതിനുശേഷം വി ഹാവ് ഫിസിക്കൽ എക്സാമിനേഷൻസിന്റെ ഒരു ഫുൾ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു ഡോക്ടർ പറയുന്ന കോൺവെർസേഷൻ മാത്രമാണോ, അല്ലെങ്കിൽ സാധാരണ നമുക്കൊരു ഡോക്ടർ ആകുമ്പോൾ രോഗി പറയുന്നത് എന്താണെന്ന് കൂടെ മനസ്സിലാവണല്ലോ. അപ്പോൾ രോഗി പറയുന്ന കോൺവെർസേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ പറയുന്നത് മാത്രം പഠിച്ചാൽ പോരല്ലോ. ബിക്കോസ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ അറിയായിരിക്കും, അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ കൂടി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺവെർസേഷൻസിന് വേണ്ടി സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ, എസ്പെഷ്യലി ലൈക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് എഫക്റ്റീവ് 2-way കമ്മ്യൂണിക്കേഷൻ. അതേപോലെ ഒരു ഡോക്ടർ രോഗിയോട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് സല്യൂട്ടേഷൻസ്. അപ്പോൾ അത് കോമൺ നമുക്ക് സാധാരണ സ്പോക്കൺ അറബിക്കിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? മെഡിക്കൽ അറബിക് കോഴ്സിൽ നമ്മൾ ഫസ്റ്റ്ലി നമുക്ക് വി ഹാവ് ബേസിക് ഇന്റർമീഡിയറ്റ് അറബിക് കോഴ്സിൻ്റെ ബേസിക് കണ്ടന്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ മെഡിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് ആരാണ് ഈ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബേസിക് നോളജും ഉണ്ടാവും, പ്ലസ് ഈ മെഡിക്കൽ ലാംഗ്വേജും കൂടി കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഹിസ്റ്ററി ടേക്കിങ്ങിൽ തന്നെ നമ്മൾ പലതരം ഹിസ്റ്ററി ഉണ്ടല്ലോ, സോഷ്യോ, അതേപോലെ ഓരോ ഡെമോഗ്രഫി, അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഹിസ്റ്ററി ടേക്കിംഗ് ജനറലി ഇംഗ്ലീഷിൽ അറിയായിരിക്കും നമുക്ക് ഡോക്ടേഴ്സിന് യൂഷ്വലി. അപ്പോൾ നമുക്കതിൽ പല സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഗ്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതിന് നമ്മൾ സോഷ്യൽ ഡെമോഗ്രഫി, പിന്നെ അതിനുശേഷം നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് എന്താണ് ചീഫ് കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അവർ എന്തിനാണ് വന്നതെന്ന് അന്വേഷിക്കും, അത് എത്ര കാലമായി തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു പെയിൻ ഹിസ്റ്ററി ആണെങ്കിൽ ആ പെയിനെ കുറിച്ച് കുറേ ക്രൈറ്റീരിയ നമ്മൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കണം. പിന്നെ അതിനുശേഷം ഫാമിലി ഹിസ്റ്ററി, പിന്നെ സർജിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെ കുറേ സോഷ്യൽ ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി ഒക്കെ നമ്മൾ ഒരു ഹിസ്റ്ററി ടേക്കിങ്ങിന് പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഈച്ച് സെക്ഷൻ ഓഫ് ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ അതിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പെയിൻ ഹിസ്റ്ററി തന്നെ ഇപ്പോൾ അബ്ഡോമിനൽ ഹിസ്റ്ററി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ട്. അബ്ഡോമിനൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ് ഏക്ക് ആണെങ്കിൽ ഹെഡ് ഏക്കിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറീസ് ആണെങ്കിൽ ആ ഇഞ്ചുറീനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, അങ്ങനെയെല്ലാം ഉണ്ടാവും. അതേപോലെ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെൻ്റൽ മോഡ്യൂൾസ് അത് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പോസ്റ്റ് സർജിക്കൽ, അതുപോലെ പ്രീ സർജിക്കൽ ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ സല്യൂട്ടേഷൻസ്, നമ്മളൊരു രോഗിയോട് റൂട്ട് കനാലിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആവശ്യം വരുന്നത്, അതേപോലെ നേഴ്സുമാർക്കുള്ളതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് വഴിയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നു കൊണ്ടും, ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ പല തിരക്കുള്ള ആളുകളായിരിക്കും, അതുകൊണ്ട് തന്നെ വീക്കിലി 3 ക്ലാസ്സസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഡോക്ടേഴ്സിന് അത് ആക്സസിബിൾ ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടേഴ്സും നഴ്സസ് അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽസിനും മാത്രമല്ല, നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസിനും കൂടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ കോഴ്സ്. ബിക്കോസ് നമ്മൾ പ്രൊഫഷൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ഒരു ബേസിക് നോളജ് വേണം. അവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഇനിഷ്യൽ പീരിയഡ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് സംശയങ്ങൾ ചോദിക്കാം. അതേപോലെ ട്രെയിനേഴ്സ് പേഴ്സണൽ ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള, രോഗിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യമുണ്ടോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ടിവിറ്റികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തന്നെ ചോദിക്കാനുള്ള മിഡ് ടേം അസസ്മെൻറ്റുകളുണ്ട്, ഫൈനൽ അസസ്മെൻ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ വീക്ക്ലി 3 ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 3 ഡേയ്സിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാണെങ്കിലും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ് ചെയ്ത് എന്താ പറയുക സംസാരിക്കാൻ തുടങ്ങാം. പിന്നെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ന്യൂ വേർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ ട്രെയിനേഴ്സിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അതേപോലെ ഏത് സമയത്ത് നമ്മൾക്ക് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് അത് വാട്സപ്പ് വഴി ആയതുകൊണ്ടും വളരെ എളുപ്പമായിരിക്കും. ബിക്കോസ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസ് അല്ലെങ്കിൽ ഇങ്ങനെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എപ്പോഴും പല ഡ്യൂട്ടി ടൈമിങ്സ് ആയിരിക്കാം, നൈറ്റ് ഷിഫ്റ്റ്സ് അല്ലെങ്കിൽ ഓൺ കോൾസ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം വേണ്ടി വരുമല്ലോ. പക്ഷേ ഇത് നമുക്ക് ഏത് ടൈമിലും നമുക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ആകുമ്പോൾ നമുക്ക് വളരെ സൗകര്യമായിരിക്കും, എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.